പാലക്കാട് നിന്ന് സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ഇടതുകോട്ട ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം അവിടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. വിജയരാഘവൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം, മറുവശത്ത് സിറ്റിംഗ് MP VK ശ്രീകണ്ഠനും മത്സരിക്കുന്നു. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, പാലക്കാട് ആദ്യ മിനിറ്റിൽ എങ്ങനെയാണ് പോളിംഗ്? ശക്തമായ ക്യൂ അനുഭവപ്പെടുന്നുണ്ടോ ബൂത്തുകളിൽ? മനു പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ക്യൂ തന്നെയാണ് പാലക്കാട് ജില്ലയിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ പാലക്കാട് വോട്ടർമാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ പാലക്കാടുള്ള എല്ലാ ബൂത്തുകളിലും ഇന്ന് രാവിലെ മുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം കടുത്ത താപനില ഉഷ്ണതരംഗമടക്കമുള്ള മുന്നറിയിപ്പും പാലക്കാട് ജില്ലയിലുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങുക എന്നൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പാലക്കാട് ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും ആളുകൾ എത്തി തുടങ്ങിയത്. 6 മണി മുതൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തടക്കം ആ ചൂടിനെയൊക്കെ മാറ്റി നിർത്തുന്ന ആവേശമായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഈ വോട്ടെടുപ്പ് ദിനത്തിലും തെരഞ്ഞെടുപ്പ് ചൂടാണ് കാലാവസ്ഥയുടെ, സൂര്യന്റെ ചൂടിനേക്കാൾ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു ചൂട് തന്നെയാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പാർലമെൻറ്റിലേക്ക് നയിക്കേണ്ട LDF-ന്റെ സ്ഥാനാർത്ഥി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവനാണ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ചെങ്കോട്ടയാണ്, CPM-ന്റെ ഒരു ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് പാലക്കാട്. കാരണം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിക്കാറുള്ളത്. ഇത്തവണയും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം LDF-ന് ഈ പാർലമെൻറ്റ് മണ്ഡലം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് LDF സ്ഥാനാർത്ഥി ഇവിടെ പ്രചരണത്തിൽ ഉടനീളം കാഴ്ചവെച്ചത്. വലിയൊരു ജനമുന്നേറ്റം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDF-ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം UDF MP പാലക്കാട് മണ്ഡലത്തിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. യാതൊരു വികസന പ്രവർത്തനങ്ങളും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വ്യവസായവും അതുപോലെ തന്നെ കാർഷികവും മേഖലയും ഉൾപ്പെടുന്ന ഒരു വലിയ മണ്ഡലമാണ് പാലക്കാട്. 7 മണ്ഡലങ്ങളിൽ 6 ഇടത്തും LDF-ന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് മണ്ഡലം. മണ്ണാർക്കാട് ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന് വമ്പിച്ച ഭൂരിപക്ഷമാണ് പാലക്കാട്ടുള്ളത്. അതിനാൽ ഇത്തവണ വലിയൊരു വിജയം തന്നെയാണ് LDF-ന്റെ. കാരണം എത്രത്തോളം ഭൂരിപക്ഷം മുൻകാലങ്ങളിലേക്കാട്ടം എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നൊരു പ്രവർത്തനമാണ്, അടിത്തട്ടിൽ വരെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനമാണ് LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ LDF-ന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയായിരിക്കും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ. വലിയൊരു മുന്നേറ്റം LDF-ന് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മനു.